അത് 2 വീൽ ഡ്രൈവ് ബേസ് മോഡലാണ്. 15 ലക്ഷം താഴെ ഇന്നത്തെ വിലയ്ക്ക് ഏത് ഓഫ് റോഡറാണ് നിങ്ങൾക്ക് കിട്ടുക? ഏത് 4x4 വണ്ടിയാണ് കിട്ടുക? ഞാൻ പറയുന്നു ജിംനിക്കാണ്. നമസ്കാരം. ജിംനി വാങ്ങിയിട്ട് 1000 കിലോമീറ്റർ കഴിഞ്ഞു, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതിനെക്കുറിച്ച് പറയാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ കുറേയധികം കമൻറ്റുകൾ ഞാൻ കാണേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിലെ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ വേറെയാണ്. ഒരിത്തിരി ടോക്സിസിറ്റി കൂടുതലുള്ള സ്ഥലമാണ് ഫേസ്ബുക്ക്, അറിയാലോ. ഇപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളല്ല ഞാൻ പറയുന്നത്. പകരം ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് അതിലേക്ക് വന്നിട്ട് നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഈ കമൻറ്റൊക്കെ കൂടി കണ്ടപ്പോൾ താർ റോക്സിൻ്റെ വീഡിയോയ്ക്ക് താഴെ ആണെങ്കിലും അതല്ല ജിമ്മിയുടെ വീഡിയോയ്ക്ക് തന്നെ ആണെങ്കിലും കുറേ കമൻറ്റ്സൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശോകമാണല്ലോ, ഇവിടെ ഇനി വീഡിയോ ഇട്ടിട്ട് കമൻറ്റ് നോക്കേണ്ട കാര്യമില്ല, അത് ശരിക്കും ഒരു ട്രോമയൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഹേമ കമൻറ്റ് റിപ്പോർട്ട് പുറത്ത് വരുന്നത്. അതിൻ്റെ പോസ്റ്റുകളുടെ താഴെ കണ്ട കമൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കമൻറ്റ് എന്ന് പറയുന്നത് തുലവും തുച്ഛമാണെന്ന് കാണാം. ഓക്കെ, എന്തോ ആവട്ടെ. എന്നാലും കുറച്ച് കമൻറ്റുകൾക്ക് മറുപടി പറയണം, ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ് പറയണം, ഇതിൻ്റെ ആ ഒരു ഫീഡ്ബാക്കും പറയണം, മൈലേജ് പറയണം, എല്ലാം പറയണം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീഡിയോയുടെ തുടക്കം ഇങ്ങനെയാവാം. ജിംനി താർ റോക്സിന് ഒരു എതിരാളിയേ അല്ല, തിരിച്ചും അങ്ങനെ തന്നെ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ ജിംനിയിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ടയർ AT ആക്കി, ഓൾ ടെറനാക്കി. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് റോഡറാണ്, 4x4 ആണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫുൾ ക്യാപ്പബിലിറ്റീസ് നമുക്ക് വേണമെങ്കിൽ ഷൂസ് നന്നാവണം. ഇപ്പോൾ നമ്മൾ വുഡ്ലാൻഡ് ഷൂ ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ആ ഒരു മല കയറാനൊക്കെ പോകാം, അല്ലെങ്കിൽ ട്രക്കിംഗ് ഷൂ വേറെയാണ്. ഈ AT എന്ന് പറയുന്നത് ശരിക്കും റോഡും അല്ലെങ്കിൽ ഓഫ് റോഡും കമ്പൈൻ ചെയ്തിട്ടുള്ള സംഗതിയാണ്. റോഡിലെ ആ ഒരു കംഫർട്ട് ആണെങ്കിലും അതല്ല ഓഫ് റോഡിലെ ആ ഒരു ക്യാപ്പബിലിറ്റി ആണെങ്കിലും രണ്ടും കൂടി കിട്ടുന്ന ടയറാണ്. ഇപ്പോൾ മഡ് ടയർ ഇട്ടാൽ MT ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, റോഡിൽ വലിയ സുഖം ഉണ്ടാവില്ല. എന്നാൽ ഹൈവേ ടയർ ഇട്ടാലോ നമുക്ക് ഓഫ് റോഡ് എടുക്കുമ്പോൾ പഞ്ചറോ അല്ലെങ്കിൽ ടയറിൻ്റെ സൈഡ് വാൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ടയർ അങ്ങ് മാറ്റി എന്നുള്ളതാണ്. ഇത് അപ്പോളോ ആപ്റ്റെറ 82 എന്ന് പറഞ്ഞ ടയറാണ്. അപ്പോൾ നമുക്ക് ഈ ടയർ മാറിയത് എവിടെ നിന്നാണെന്നും അതിൻ്റെ കാര്യങ്ങളും ആദ്യം പറയാം, അതിനുശേഷം തിരിച്ചു വരാം. തിരുവനന്തപുരത്തെ ഫ്രെഡസ്റ്റൈൻ്റെ ടയർ ഡീലർഷിപ്പിൽ നിന്നാണ് നമ്മൾ ജിംനിയുടെ ടയർ മാറുന്നത്. തിരുവനന്തപുരത്തെ വാൻറോസ് ജംഗ്ഷൻ, അതായത് അരോമ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ്, അവിടെയാണ് പോപ്പുലർ ടയേഴ്സിൻ്റെ ഫ്രെഡസ്റ്റൈൻ്റെ ഡീലർഷിപ്പ് ഉള്ളത്. ഫ്രെഡസ്റ്റൈൻ എന്ന് പറയുന്നത് ആ ഒരു വാക്ക് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഫോക്സ് വാഗൺ എന്ന് പറയുന്ന പോലെ വി ആണെങ്കിലും നമ്മൾ ഫ എന്നാണ് പറയാം. അപ്പോൾ ഈ ഒരു ടയർ കമ്പനിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഗ്യുഗിയാരോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഓട്ടോമോട്ടീവ് ഡിസൈനറാണ്. ഈ ടയേഴ്സിൻ്റെ എല്ലാ ഡിസൈൻ തിങ്കിങ്ങും പുള്ളിയുടെ. അപ്പോൾ ഇവർക്ക് കാറിൻ്റെയും ബൈക്കിൻ്റെയും, പ്രീമിയം കാറിൻ്റെയും ബൈക്കിൻ്റെയും ടയറുകൾ ഇവിടെ അവൈലബിളാണ്. പ്രീമിയം കാർ എന്ന് പറയുമ്പോഴേ ശരിക്കും 15 മുതൽ 22 ഇഞ്ച് വരെയുള്ള ടയറുകളുണ്ട്. ഈ ഒരു ടയറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് H മുതൽ Y വരെയുള്ള റേറ്റിംഗ് ആണെന്നുള്ളതാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പിൻസ 18 ആണ്, അതായത് ഓൾ ടെറൈനാണ്. ഫോർച്യൂണർ പോലെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വണ്ടികളൊക്കെ ഈ ഒരു ടയർ യൂസ് ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാക്ക് വോർട്ടിയാണ്. അൾട്രാക്ക് എന്ന ടയറുണ്ട്, അൾട്രാക്ക് വോട്ടി എന്ന ടയറുണ്ട്. ഇത് 20 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല ടയറുകളാണ്. ഇനി കാറിൻ്റെ കാര്യം വിട്ട് ബൈക്കിൻ്റെ കാര്യം പറഞ്ഞാൽ 120 മുതൽ 200 വരെ സൈസുകൾ ടയർ അവൈലബിളാണ്. അപ്പോൾ ഇത് സെഞ്ചുറോ NS ആണ്, ഇത് സെഞ്ചുറോ ST ആണ്. ശരിക്കും വലിയ ആ ഒരു ടയറും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറൊക്കെ ആകുമ്പോൾ ആ ഒരു ബൈക്കിൻ്റെ ഭംഗി മാത്രമല്ല തീർത്തും ആ ഒരു ഉപയോഗക്ഷമത കൂടി വർദ്ധിക്കും എന്നുള്ളതാണ്. ഇനി പോപ്പുലർ ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 24 വർഷത്തെ പാരമ്പര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിക്കോ നമ്മുടെ ഫ്രെഡസ്റ്റൈന് 100 വർഷത്തെ പാരമ്പര്യമാണ്. നെതർലാൻഡ്സ് ബേസ്ഡ് കമ്പനിയായിരുന്നു ഈ ഒരു ഫ്രെഡസ്റ്റൈൻ ടയേഴ്സ്. അത് 2009 അപ്പോളോ സ്വന്തമാക്കി, നമ്മുടെ അപ്പോളോ ടയേഴ്സ്. അപ്പോൾ ശരിക്കും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇപ്പോൾ എന്ന് പറയാം. ഇവരുടെ ഈ ഒരു ടയേഴ്സിൻ്റെ കാര്യം മാത്രമല്ല പോപ്പുലറിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് നല്ല മെഷീനറീസ് ഉണ്ട്, US ഇമ്പോർട്ടറാണ്. ആ ഒരു മെഷീനറീസ് വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യുന്നതും അലൈൻമെൻറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ പറയാനില്ല, പക്ഷേ ബാലൻസിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഇത് ഹണ്ടർ റോഡ് ഫോഴ്സ് എലൈറ്റ് എന്ന് പറയുന്ന മെഷീനാണ്. ഒരിത്തിരി കോസ്റ്റ്ലി മെഷീനാണ്. എനിക്ക് തോന്നുന്നു റോഡിലെ അൺലേഷൻസും കാര്യങ്ങളൊക്കെ ടയറിൽ വരുമ്പോൾ വോബിളിങ് വരുമ്പോൾ ബാലൻസ് ചെയ്യാറുണ്ട്. പക്ഷേ സാധാരണ മെഷീനിൽ ഒരു പ്രോപ്പർ ബാലൻസ് നടക്കില്ല. ഇവിടെ ആ ബാലൻസിങ് പക്കയാവുന്നുള്ളതാണ്. ഹോക്കൈ എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു അലൈൻമെൻറ്റ് മെഷീനൊന്നും US ഇമ്പോർട്ടറാണ്. അപ്പോൾ കട്ടിങ് എഡ്ജ് മെഷീനറി കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജിംനിയുടെ ടയർ മാറാത്ത ദൂരം വന്ന് മനസ്സിലായില്ലേ? അത് ഈ ഒരു ടെക്നോളജിക്കലി നല്ല ഒരു ടയർ ഷോപ്പാണെന്ന് മാത്രമല്ല, ഇവർ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട്, നല്ല ഓഫേഴ്സൊക്കെ തരുന്നുണ്ട്. ഇന്ന് അതായത് ആഗസ്റ്റ് 23 ഇവിടുത്തെ
കേരളത്തിലെ 2ാമത്തെ, ഇന്ത്യയിലെ 4ാമത്തെ ഈ ഒരു ഡീലർഷിപ്പിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മാരുതി ജിംനി എന്ന് പറയുന്ന വണ്ടി താർ റോക്സിന് ഒരു എതിരാളിയല്ല എന്ന് പറഞ്ഞത്? 3 കാരണങ്ങൾ പറയാം. 1, വില, പ്രൈസ് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. 2, സൈസ്. 3, 2 വണ്ടികളുടെ സ്വഭാവം. താർ റോക്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 12,99,000 രൂപയ്ക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. അത് 2 വീൽ ഡ്രൈവ് ബേസ് മോഡലാണ്. എന്ന് വെച്ചാൽ വലിയ ബെൽസ് ആൻഡ് വിസിൽസ് ഒന്നും ഇല്ലാത്ത ഒരു പവർ കുറഞ്ഞ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുള്ള ഒരു വണ്ടിയാണ്. ആ വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ 12,99. ഓക്കെ, അട്രാക്റ്റീവാണ്, വണ്ടി വാങ്ങാനൊക്കെ തോന്നും. ഇപ്പോൾ ഞാൻ പറയുന്നത് വാഗണാർ മാത്രം അല്ലെങ്കിൽ ഓൾട്ടോ മാത്രം അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികൾ മാത്രം വീട്ടിൽ വാങ്ങിയിട്ടിട്ട് ഫേസ്ബുക്കിലെ വീഡിയോയുടെ താഴെ വന്ന് അബ്യൂസ് ചെയ്യുന്ന ആളുകളോടല്ല. നിങ്ങളോടേക്ക് ഒന്നും പറയാനില്ല. അതുപോലെ മറ്റൊരു വിഭാഗത്തോടുകൂടി പറയാനുണ്ട്. കാരണം കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, വലിയൊരു പ്രശ്നമല്ല, എനിക്ക് വണ്ടി മേടിക്കാം, അങ്ങനെയുള്ളവരോടും എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ നോക്കുന്ന, നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാശിന് കൂടുതൽ സംഗതി കിട്ടുന്ന, ക്യാപ്പബിലിറ്റീസ് മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന വണ്ടിയോട് ഇഷ്ടമുള്ള ആളുകളോടാണ് പറയുന്നത്. 12,99,000 രൂപയുടെ വണ്ടിക്ക് ഞാൻ ജിംനിയുടെ ഒരു കണക്ക് വെച്ചാൽ പറയുന്നത്. അത് അണ്ടർ 4 മീറ്റർ അല്ല, അതുകൊണ്ട് 2 ലക്ഷം രൂപ ടാക്സ് നിൽക്കുമോ അറിയില്ല, നിൽക്കുമെന്ന് കൂട്ടിക്കോ. അപ്പോൾ 2 ലക്ഷം രൂപ ടാക്സ്, 12,99, 13 നമുക്ക് റൗണ്ട് ചെയ്യാം, 2 15 പിന്നെ അതിൻ്റെ കൂടെ ഒരു 70,000 രൂപയോളം ഇൻഷുറൻസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ അപ്പോൾ എത്രയായി? 15,70. അതിൻ്റെ കൂടെ എക്സ്റ്റൻഡ് വാറണ്ടി അല്ലെങ്കിൽ കുറച്ച് ആക്സറീസ്, വണ്ടിയാണല്ലോ, ഒന്നുമില്ല, അലോയില്ല, സ്റ്റീൽ വീൽസാണ്, എല്ലാം കൂടെ ഒരു 30,000 കൂട്ടുമോ. അപ്പോൾ 16 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് താർ റോക്സിൻ്റെ ബേസ് മോഡൽ കിട്ടുള്ളൂ. ഡീസലാണെങ്കിൽ അത് 17 18 ആവാം. എന്ന് വെച്ചാൽ മാനുവലാണ്, ആ ഒരു ബേസിക് വണ്ടിയാണ്. ഡീസലിന് പിന്നെ പവർ കുറവുണ്ട്. അപ്പോൾ വിലയുടെ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ആ ഒരു കാര്യം കൊണ്ട് തന്നെ താർ റോക്സിന് ജിംനി ഒരു എതിരാളിയല്ല എന്നുള്ളത് പറയാം, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 2ാമത്തെ കാര്യം സൈസാണ്. സൈസ് എന്ന് പറയുമ്പോൾ താർ റോക്സ് എന്ന് പറയുന്ന വണ്ടി വലിയ വണ്ടിയാണ്. ഒബ്വിയസ്ലി ഒരു ഫോർച്യൂണർ വാങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ താർ റോക്സ് മേടിക്കാം, സൈസ് വെച്ച് നോക്കിയിട്ട്. സ്ഥലം കുറവാണെങ്കിലും ആ ഒരു ഫോർച്യൂണർ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ താർ റോക്സിൻ്റെ ആ ഒരു ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും എല്ലാം വ്യത്യാസമാണ്. ഇത് ഒരു ഹാച്ച് ബാക്കിനോട് ഉപമിക്കാവുന്ന വലിപ്പമുള്ള വണ്ടിയാണ്, കുഞ്ഞ വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസ് കേസും അതിൻ്റെ യൂസ് കേസും രണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താർ റോക്സ് എന്ന് പറയുന്ന വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഷോ കാണിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ കയ്യിൽ വലിയ വണ്ടി ഉണ്ടെന്ന് കാണിക്കാനും പറ്റിയ ഒരു വണ്ടിയായിട്ട് 2 വീൽ ഡ്രൈവിനെയും ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു വലിയ SUV ആയിട്ട് 4 വീൽ ഡ്രൈവിനെയും കാണാം. 4 വീൽ ഡ്രൈവിൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതിൻ്റെ കഥ ഓൾ ടുഗദർ വേറെയാണ്, പ്രൈസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി 3ാമത്തെ കാര്യം, അത് താർ റോക്സിൻ്റെ ആ ഒരു വൈവിധ്യങ്ങളാണ്. ഇപ്പോൾ ഡീസലിൽ 2 ട്യൂണൽ എൻജിൻസ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ട്, 4x4 ഉണ്ട്. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ടി ഏത് ഇഷ്ടത്തിനുള്ള പ്രൈസിന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ താർ റോക്സിനുണ്ട്. ജിംനി പക്ഷേ അതർ ഹാൻഡ് അങ്ങനെയല്ല. ജിംനിക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് 4 വീൽ ഡ്രൈവ് ആണ്, ഓട്ടോമാറ്റിക് മാനുവലുണ്ട്. ഇത് 1.5 ആണ്, ടർബോ അല്ല. താർ റോക്സ് ടർബോ കൂടെയാണ് പെട്രോൾ എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ എൻജിൻ്റെ വൈവിധ്യങ്ങളിലും താർ റോക്സിനാണ് കൂടുതൽ ആ ഒരു കാര്യം. പക്ഷേ ജിംനിയുടെ കാര്യം നോക്കിയാൽ എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പോയിൻ്റായിട്ട് തോന്നിയത് 15 ലക്ഷം താഴെ ഇന്നത്തെ വിലയ്ക്ക് ഏത് ഓഫ് റോഡറാണ് നിങ്ങൾക്ക് കിട്ടുക, ഏത് 4x4 വണ്ടിയാണ് കിട്ടുക? താർ കിട്ടില്ല ഒബ്വിയസ്ലി. താറിന് 1.5 ഡീസലും അല്ലെങ്കിൽ ആ 2 വീൽ ഡ്രൈവ് പെട്രോളും അല്ല ഞാൻ പറയുന്നത്, അത് 2ഉം 4 വീൽ ഡ്രൈവ് അല്ല, പിന്നെ ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി കിട്ടുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ജിംനി നമ്മൾ കാണേണ്ടത്. ആ ഒരു പ്രൈസിന് ഒരു ഓഫ് റോഡറും കിട്ടില്ല, ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും കിട്ടില്ല എന്നുള്ള. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടി എന്ന് പറയുന്നത് എല്ലാവരും കണ്ണിൽ വരിക താർ റോക്സും ആണ്. ജിംനിക്ക് വലിയ ഒരു അട്രാക്ഷൻ ഇല്ല. പക്ഷേ ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ജിംനിയെ കവച്ച് വെക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് ഈ വണ്ടികളെ കാണാമെന്നുള്ളത് ഈ പ്രൈസ് പോയിന്റിൽ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, 20 ലക്ഷമോ 30 ലക്ഷമോ ഒന്നും ഒരു പ്രശ്നമേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹൈലക്സ് മേടിക്കാം, അല്ലെങ്കിൽ ഫോർച്യൂണർ മേടിക്കാം, അതല്ലെങ്കിൽ താർ റോക്സ് മേടിക്കാം, അതല്ലെങ്കിൽ താറിൻ്റെ 4 വീൽ ഡ്രൈവ് മേടിക്കാം, ഏത് വണ്ടി വേണം മേടിക്കാം. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു താർ റോക്സിനെ ജിംനിയായിട്ട് കമ്പയർ ചെയ്യുന്നത് ബുൾഷിറ്റാണ്, മണ്ടത്തരമാണ് എന്നുള്ളതാണ്. ഇനി താർ റോക്സും ജിംനിയുമായിട്ടുള്ള കമ്പാരിസൺ മണ്ടത്തരമാണെന്ന് പറയാൻ അടുത്ത കാര്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ താർ റോക്സിന് വില കൂടുതലാണെങ്കിൽ താർ റോക്സ് ഫാസ്റ്റ് ആണെന്നുള്ള കാര്യം കൂടിയുണ്ട്. ടർബോ പെട്രോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്, ഡീസൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. അതർ ഹാൻഡ് ജിംനി 103 bhp പവറുള്ള ഒരു കുഞ്ഞൻ വണ്ടിയാണ്. ഇതിന് വലിയ സ്പീഡോ കാര്യങ്ങളൊന്നും തന്നെ പറയില്ല. അപ്പോൾ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജിംനിക്ക് കൂടുതലാണ്, ഞാൻ ഇവിടെയൊക്കെ വായിച്ചു. പക്ഷേ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ നടത്തിയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നില്ല. എന്നാലും റോഡ് പ്രസൻസിൻ്റെ പോലെ തന്നെ സ്പീഡ് ആൻഡ് ഫണ്ണ് എന്ന് പറയുന്ന കാര്യം, ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമൊക്കെ ഒരിത്തിരി മികവുള്ള വണ്ടി തന്നെയാണ് റോക്സ്. അതുകൊണ്ടുകൂടി ഈ ഒരു വണ്ടിയുമായിട്ട് കമ്പാരിസൺ ഇല്ല എന്നുള്ളതാണ്.
ഓക്കെ, ഫേസ്ബുക്കിൽ കമൻസിൽ നിങ്ങൾ കമ്പയർ ചെയ്തോളൂ, പക്ഷേ റിയൽ ലൈഫിൽ ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി എലിഫൻ്റ് ഇൻ ദ റൂം ഓഫ് റോഡ് കാപ്പബിലിറ്റി. ഞാൻ പറയുന്നു ജിംനിക്കാണ് താർ റോക്സിനേക്കാളും എങ്ങനെ നോക്കിയാലും ഓഫ് റോഡ് കാപ്പബിലിറ്റി കൂടുതൽ. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സൈസ് തന്നെയാണ്. ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാനുള്ള ഒരു ഗുണമുണ്ട്, ഏത് റോട്ടിൽ ഓടിക്കാനുള്ള ആ ഒരു കാര്യമുണ്ട്, റൈഡ് കംഫർട്ട് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ അവിടെ താർ റോക്സിനേക്കാളും കൂടുതലൊരു കാര്യം ഈ വണ്ടിക്കുണ്ട്, അത് ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു യൂസും കൂടാതെ ടേൺ റേഡിയസാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഇരട്ടി സൈസുള്ള വണ്ടിയാണ് താർ റോക്സ്. ഈവൻ പ്രൈസും അങ്ങനെ തന്നെ ആയിരിക്കും 4x4 വരുമ്പോൾ. ആ ഒരു വണ്ടിക്ക് തിരിഞ്ഞു വരാനായിട്ട് ജിംനിയുടെ പകുതി സ്ഥലം വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സവിശേഷതകളും. 4x4 താർ റോക്സ് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ മാനുഫാക്ചർ എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഇന്നർ വീല് ബ്രേക്ക് ചെയ്യുന്ന കാര്യം ഞാൻ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ട് പറയുന്നില്ല. സവിശേഷതകളാൽ സമ്പന്നമാണ് നമ്മുടെ താർ റോക്സ്. ആ താർ റോക്സുമായിട്ട് അങ്ങനെ ആ ഒരു സവിശേഷതകൾ കൂടി കമ്പയർ ചെയ്യാൻ പറ്റാത്ത വണ്ടിയാണ് ജിംനി എന്നുള്ളത്. പക്ഷേ ജിംനിക്ക് ബേസിക് കാര്യങ്ങൾ കവേർഡാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്, അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കവേർഡാണ്. എന്നാലും താർ റോക്സിന് തുല്യമായിട്ടുള്ള സവിശേഷതകളും ജിംനിക്കില്ല. ജിംനി ഒരു 4 സീറ്ററാണ്, ഒരു ഹാച്ച് ബാഗിൻ്റെ സ്പേസ്. വാഗണാറിൻ്റെ വലുപ്പം ഓൾട്ടോയുടെ സ്പേസുമാണ് ബാക്ക് സീറ്റിൻ്റെ കാര്യം. പരിതാപകരം എന്ന് തന്നെ പറയാം. താർ റോക്സ് 5 സീറ്ററാണ്. അതിനകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട് എന്നുള്ളതാണ്. ബാക്കിൽ ബൂട്ടുമുണ്ട്, ബൂട്ട് ഈ വണ്ടിക്കുണ്ട്, ഈ ഒരു സൈസിന് ഒത്ത ബൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ താർ റോക്സിൻ്റെ കാര്യത്തിൽ താർ റോക്സ് ഒരു കമ്പാരിസൺ വന്നാൽ ഒരു 5 സീറ്റർ SUV ആയിട്ടുള്ള കമ്പാരിസണാണ് കൂടുതൽ ഉതകുക, ഇതുമായിട്ടല്ല. അതും ഒരു പോയിൻ്റാണ്. ജിംനിക്ക് താർ റോക്സിൻ്റെ ആ ഒരു വിലയുമായിട്ടോ സൈസുമായിട്ടോ പ്രകടനമായിട്ടോ സവിശേഷതമായിട്ടോ ഒരു കമ്പാരിസണും പറയാനില്ല എന്നുള്ളതാണ്. എന്നാൽ ജിംനിയെ പോലെ ഓഫ് റോഡർ കിട്ടുമില്ല, ഇനിയോട്ട് വരാൻ സാധ്യതയുമില്ല, അതും പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളും വിലയും എല്ലാം നമ്മൾ ഒരു ഫാക്ടറായിട്ട് എടുത്താൽ, ഇപ്പോൾ കാശിൽ തന്നെ വാങ്ങുന്ന വണ്ടിയാണ് താർ റോക്സ് എന്ന് പറഞ്ഞു. മെയിൻ്റനൻസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു 1500 രൂപ 2000 രൂപയിലാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് കാണുക. താർ റോക്സിൻ്റെ കാര്യം അറിയില്ല, മെയിൻ്റനൻസ് ചെയ്ത് വരട്ടെ. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, 4x4 മേടിച്ചാൽ 19 ഇഞ്ചാണ് ടയർ. ഏതിന്? നമ്മുടെ താർ റോക്സിന്. ഒരു ടയറിന് ഓഫറൊക്കെ വെച്ച് നോക്കിയാൽ 27,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ 4 ടയർ ചേഞ്ച് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നോക്കുന്നത്. 5 ആകുമ്പോൾ അത് 1.25 ലക്ഷം രൂപയായി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ. അതുപോലെ വലിപ്പം കൂടുന്തോറും മെയിൻ്റനൻസ് കൂടുമെന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അതും ജിംനിക്ക് അഡ്വാൻറ്റേജാണ്. ജിംനിയുടെ സൈസിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് ജിംനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കയ്യിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി, കയ്യിലുള്ള കാശിന് കിട്ടുന്ന ഫണ്ടുള്ള ഒരു ടോയ് കാർ എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയാണ് ജിംനി. ജിംനി വാങ്ങിയത് താർ റോക്സ് വാങ്ങിയതുകൊണ്ട് അബദ്ധമായിരുന്നോ അല്ലെങ്കിൽ ജിംനി വാങ്ങുന്നതിന് പകരം താർ റോക്സ് വാങ്ങാമെന്ന് പറയുന്ന 2 കമൻറ്റുകളും ബാലിശമാണ്. കാരണം 2 വണ്ടികളും തമ്മിൽ ഒരു കണക്കിനും കമ്പാരിസൺ ഇല്ല. ഇപ്പോൾ ജിംനിയെ നിങ്ങൾ വേണമെങ്കിൽ ചെറിയ SUVകളുമായിട്ട് ഫോർ സോണറ്റ്, അതല്ലെങ്കിൽ വെന്യൂ, അതല്ലെങ്കിൽ ടൈഗൂണൊക്കെ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ താർ റോക്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് ഹൈലക്സിനെയും ഫോർച്യൂണറിനെയും അങ്ങനെയുള്ള വലിയ വണ്ടികളാണ്. നിങ്ങൾ ആ വണ്ടിയുടെ വില കളയാണ്, ഈ വണ്ടിയുടെ വില കളയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ് ജിംനി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം, എന്താണ് താർ റോക്സ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് വേണം താഴെ വന്നിട്ട് തുള്ളാനായിട്ട്. ഇതൊരു വ്ളോഗ് പോലെ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ ചാനലിൻ്റെ പേര് മാറ്റി, നിങ്ങൾ നോട്ട് ചെയ്ത് എനിക്കറിയില്ല, വണ്ടി പ്രാന്തൻ ബൈ രാകേഷ് നാരായണൻ. അതായത് ഇപ്പോൾ ഈ ഒരു ചാനലിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഫ്രീഡമായി. മറ്റത് ഒരു ഓട്ടോ ഷോ പോലെ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഒരു റെസ്ട്രിക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, എനിക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പറയാണ്, ഈ വണ്ടി വാങ്ങിയത് അബദ്ധമായിട്ടില്ല. അത് അബദ്ധമായെന്ന് പറയുന്ന ആളുകൾക്കാണ് തീർത്തും അബദ്ധം പറ്റുന്നതാണ്. നിങ്ങൾ എന്ത് വേണേൽ കമൻറ്റ് ചെയ്യുള്ളൂ, എന്ത് വേണേൽ പറഞ്ഞോളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹേമ കമ്മീഷൻ്റെ ആ ഒരു റിപ്പോർട്ടിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പീനട്സ് ആണ്, എനിക്കൊരു വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ സ്പീച്ച് തെറാപ്പിക്ക് വേണോ, സൗണ്ട് കുറയ്ക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തം ഡിസിഷനാണ്. വീഡിയോ കാണണം എന്നുള്ളത് നിങ്ങളുടെ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം. ജിംനി എന്തിന് വാങ്ങണം എന്ന് ചോദിക്കാറില്ലേ? മഴക്കാലമാണ്, കൊച്ചിയിലൂടെ വെള്ളത്തിൽ കൂടെ പോകാൻ ജിംനി വേണമെങ്കിൽ മേടിക്കാം. പക്ഷേ ഒരു വീക്കെൻഡ് ഫൺ കാറെന്ന നിലയ്ക്ക് വാങ്ങാവുന്ന ഏറ്റവും ബെസ്റ്റ് വണ്ടി ജിംനി പറയാം. അതിന് തെളിവായിട്ട് നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണൊരു മലമുകളിലാണ്. ഒന്ന് ചുറ്റി കാണിച്ചേ ഫുള്ള്. ഒരു സാധാരണ അമച്ചറായിട്ടുള്ള ഒരാൾക്ക് ഓഫ് റോഡിൽ നിന്ന് വരാനൊന്നും പറ്റില്ല, അതിനൊരു ഹെൽപ്പ് വേണം. അപ്പോൾ എനിക്കിന്ന് മാരുതിക്ക് മഹീന്ദ്രയുടെ ഹെൽപ്പ് ഉണ്ട്, കൂടാതെ ഈ ചേട്ടൻ്റെയും. ചേട്ടാ പേര് പറയും? മനേഷ്. ഓക്കെ, ജിംനി കണ്ടപ്പോൾ കയറും തോന്നിയായിരുന്നു? ഒരിക്കലും തോന്നില്ല. പ്രത്യേകിച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കണ്ടപ്പോൾ തീർച്ചയായിട്ടും കയറുന്നു തോന്നില്ല. പക്ഷേ അതിഗംഭീരമായിട്ട് കയറാൻ പറ്റി. ജീപ്പിനൊരു കട്ടയ്ക്ക് നിന്നില്ലേ? കട്ടയ്ക്ക് നിന്നു. ടയറോ? സാധാ ടയർ, കമ്പനി ടയർ.